Hello everyone, welcome back to my YouTube channel Books and Coffee with Nimisha. ഇന്നത്തെ നമ്മുടെ വീഡിയോ വീണ്ടും ഒരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് തന്നെയാണ്. പക്ഷേ ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഒരു 6 ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് ആണ് പഠിപ്പിക്കുന്നത്. അതായത് 6 തരത്തിലുള്ള സെൻറ്റൻസുകൾ. അതിൻ്റെയൊക്കെ ഒരു 4-5 എക്സാമ്പിൾസ് വീതം ഉള്ള സെൻറ്റൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ടൈപ്പും കൃത്യമായിട്ട് പഠിക്കാനും അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് മനസ്സിലാക്കാനും വേണ്ടി സാധിക്കും. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഒരേ ടൈപ്പിൽ കുറച്ചധികം സെൻറ്റൻസ് കാണുമ്പോൾ ആ ടൈപ്പ് അങ്ങ് നിങ്ങൾക്ക് താനേ പഠിഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഒരു 30+ വാക്യങ്ങൾ ഈ വീഡിയോയിൽ തന്നെ പഠിക്കാൻ വേണ്ടി പറ്റും. വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാനതിനൊക്കെ റിപ്ലൈ തരുന്നതാണ്. ഈ 6 ടൈപ്പും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പഠിച്ചിരിക്കും. നിങ്ങൾ അത് 100% ഷുവറാണ്. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇനിയൊന്നും ഡിലേ ഒന്നും ഇല്ലാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ദിസ് ഇസ് ടൈപ്പ് 1 സെൻറ്റൻസ്. അതായത് ഫസ്റ്റ് ടൈപ്പാണ് ഐ വാസ് ബിസി എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസ്. അതായത് ഞാൻ തിരക്കിലായിരുന്നു എന്ന് പറയാൻ. നമ്മൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് തിരക്കിലായിരുന്നു. അപ്പം അങ്ങനെ തിരക്കിലായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക ഐ വാസ് ബിസി വെച്ചിട്ടാണ്. ഐ വാസ് ബിസി. അപ്പം ഐ വാസ് ബിസി പിന്നെ പല പല കാരണങ്ങൾ വെച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഐ വാസ് ബിസി ആണ് ടൈപ്പ് 1. ഓക്കെ, ഞാൻ തുണി കഴുകുന്ന തിരക്കിലായിരുന്നു എന്ന് പറയാൻ ഐ വാസ് ബിസി വാഷിംഗ് മൈ ക്ലോത്ത്സ്. വാഷിംഗ് മൈ ക്ലോത്ത്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി കഴുകുക അല്ലേ, ഞാൻ എൻ്റെ തുണി കഴുകുക. ഓക്കെ, അപ്പം ഐ വാസ് ബിസി വാഷിംഗ് ക്ലോത്ത്സ് എന്ന് മതി ഇവിടെ. ഞാൻ ഞാൻ എൻ്റെ തുണി കഴുകുന്ന തിരക്കിലായിരുന്നു എന്നാണെങ്കിലാണ് ഐ വാസ് ബിസി വാഷിംഗ് മൈ ക്ലോത്ത്സ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഞാൻ തുണി കഴുകുന്ന തിരക്കിലായിരുന്നു എന്ന് പറയാൻ ഐ വാസ് ബിസി വാഷിംഗ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ തുണി കഴുകുന്ന തിരക്കിലായിരുന്നു എന്ന് പറയാനാണ് ഐ വാസ് ബിസി വാഷിംഗ് മൈ ക്ലോത്ത്സ്. അപ്പോൾ ആ ഒരു തെറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്ന ഐ വാസ് ബിസി എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസുകളാണ്. ഇനി ഇതേ ടൈപ്പിൽ തന്നെയുള്ള വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഓക്കെ, ഞാൻ പരീക്ഷയ്ക്ക് പഠിക്കുന്ന തിരക്കിലായിരുന്നു. പരീക്ഷയ്ക്ക് പഠിക്കുക, സ്റ്റഡി ഫോർ എക്സാം അല്ലേ, സ്റ്റഡി ഫോർ ദി എക്സാം. അതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പം ഐ വാസ് ബിസി, ഞാൻ പറഞ്ഞു ഞാൻ തിരക്കിലായിരുന്നു എന്ന് പറയാനായിട്ട് ഐ വാസ് ബിസി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. I was busy studying for the exam. I was busy studying for the exam. അടുത്ത സെൻറ്റൻസ് ആണ് ഇതേ ടൈപ്പിലുള്ളത്. ഞാൻ കുട്ടികൾക്ക് ഭക്ഷണം പാചകം ചെയ്യുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ അഗെയിൻ ഞാൻ തിരക്കിലായിരുന്നു എന്നുള്ള സെഗ്മെൻറ്റ് ഇതിൽ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഐ വാസ് ബിസി എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഐ വാസ് ബിസി കുക്കിംഗ് ഫുഡ് ഫോർ ദി ചിൽഡ്രൻ. കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുക, കുക്കിംഗ് ഫുഡ് ഫോർ ദി ചിൽഡ്രൻ. ഐ വാസ് ബിസി കുക്കിംഗ് ഫുഡ് ഫോർ ദി ചിൽഡ്രൻ. സെയിം ടൈപ്പിലുള്ള നെക്സ്റ്റ് സെൻറ്റൻസ്, ഞാൻ എൻ്റെ അനിയത്തിക്ക് ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കുന്ന തിരക്കിലായിരുന്നു. ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പ് ഹർ വിത്ത്, അല്ലെങ്കിൽ ഹെൽപ്പ് മൈ സിസ്റ്റർ വിത്ത് ഹോംവർക്ക്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ തിരക്കിലായിരുന്നു എന്ന് പറയുന്നതാണ് സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്. ഐ വാസ് ബിസി, ഓഫ് കോഴ്സ് അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഐ വാസ് ബിസി ഹെൽപ്പിംഗ് മൈ സിസ്റ്റർ വിത്ത് ഹർ ഹോംവർക്ക് എന്നാണ് കേട്ടോ പറയാം. ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കുന്നതിന് വിത്ത് ഹർ ഹോംവർക്ക്. സോ ഹെൽപ്പിംഗ് മൈ സിസ്റ്റർ വിത്ത് ഹർ ഹോംവർക്ക്. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഏകദേശം ഈ ഒരു ടൈപ്പ് ഏകദേശം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. ഞാൻ തിരക്കിലായിരുന്നു, പാസ്റ്റാണ്, അതുകൊണ്ടാണ് ഐ വാസ് ബിസി എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ കാര്യം പറയാം, കാരണം എന്തായിരുന്നു എന്നുള്ളത് പറയാം. ആദ്യം നമ്മൾ തിരക്കിലായിരുന്നു എന്നുള്ളതാണ് പറയുക. മലയാളത്തിൻ്റെ സെയിം സ്ട്രക്ചറല്ല ഇംഗ്ലീഷിലെ പല സെൻറ്റൻസും പറയുക. അതുകൊണ്ടാണ് ഈ ടൈപ്പ് ഞാൻ സ്പെഷ്യലായിട്ട് എടുത്തുകൊണ്ട് വന്ന് പറയുന്നത്. അപ്പം ഐ വാസ് ബിസി എന്നുള്ളത് പറഞ്ഞിട്ടാണ് കാര്യം പറയുക. അങ്ങനെയാണ് ഇംഗ്ലീഷിൽ കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ സക്സസ്ഫുള്ളി ഫസ്റ്റ് ടൈപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള 4 എക്സാമ്പിൾസും കണ്ടിട്ടുണ്ട്. ഇനി ഇതേപോലെയുള്ള സെൻറ്റൻസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കി നോക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ
ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇതേപോലെ ക്ലാസ്സുകളൊക്കെ കേൾക്കുക. കേട്ടാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൈമറി ഇമ്പോർട്ടൻസ് എപ്പോഴും ലിസണിങ്ങിന് കൊടുക്കണം. നന്നായിട്ട് ഇംഗ്ലീഷ് ശ്രദ്ധിക്കണം, കേൾക്കണം. അതേപോലെ തന്നെ എന്നിട്ട് നമ്മൾ പറഞ്ഞു നോക്കണം. എന്നാലാണ് നമുക്ക് വേർഡ്സ് നമ്മുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ, അതിൻ്റെ സ്ട്രക്ചർ നമ്മുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. ഓക്കെ, അപ്പം ഫസ്റ്റ് ടൈപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സെൻറ്റൻസാണ് നോക്കാൻ പോകുന്നത്. എനിക്കറിയില്ല എന്നുള്ളത് വെച്ചിട്ടുള്ള സെൻറ്റൻസാണ്. ഭയങ്കര സിമ്പിളാണ്, പോരാത്തതിന് ഡെയിലി നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നതുമാണ്. ഐ ഡോണ്ട് നോ വെച്ചിട്ടുള്ള സെൻറ്റൻസ്. സോ ദിസ് ഇസ് ടൈപ്പ് 2. എക്സാമ്പിൾ നമ്പർ 1. നീ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് നോ. അപ്പോൾ ഐ ഡോണ്ട് നോ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ വാട്ട് യു ആർ മേക്കിംഗ്. ഉണ്ടാക്കുക, മേക്ക് ചെയ്യുക. സോ ഐ ഡോണ്ട് നോ വാട്ട് യു ആർ മേക്കിംഗ്. സെയിം ടൈപ്പിലെ സെക്കൻഡ് സെൻറ്റൻസ് നോക്കൂ. സെക്കൻഡ് ഒരു എക്സാമ്പിൾ നോക്കൂ. നീ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളത് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക ഐ ഡോണ്ട് നോ വെച്ചിട്ടാണ്. അപ്പോൾ ഐ ഡോണ്ട് നോ എന്തിനെക്കുറിച്ച്, വാട്ട് അല്ലേ, എന്തെന്ന് പറയാൻ വാട്ട് എന്നല്ലേ പറയുക. അപ്പോൾ ഐ ഡോണ്ട് നോ വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട്. എന്തിനെക്കുറിച്ച് പറയുക, ടോക്കിംഗ് അബൌട്ട്. എന്തിനെങ്കിലും കുറിച്ച് പറയുന്നതിന് ടോക്കിംഗ് അബൌട്ട് എന്ന് പറയും. അപ്പം ഐ ഡോണ്ട് നോ വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട്. സെയിം ടൈപ്പിലെ നെക്സ്റ്റ് എക്സാമ്പിൾ. നീ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് അറിയില്ല എന്നുള്ള ഒരു സെഗ്മെൻറ്റ് അവിടെ കണ്ടു. അങ്ങനെയാണെങ്കിൽ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഐ ഡോണ്ട് നോ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഐ ഡോണ്ട് നോ വൈ യു ആർ. പെരുമാറുന്നതിന് ഇംഗ്ലീഷിൽ നമ്മൾ ബിഹേവ് ചെയ്യുക എന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഐ ഡോണ്ട് നോ വൈ യു ആർ ബിഹേവിങ് ലൈക്ക് ദിസ്. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വൈ യു ആർ ബിഹേവിങ് ലൈക്ക് ദിസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് സെയിം ടൈപ്പിൽ അടുത്ത എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നീ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. സോ ഐ ഡോണ്ട് നോ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഐ ഡോണ്ട് നോ വാട്ട് യു ആർ തിങ്കിങ് അബൌട്ട്. നേരത്തെ പറയുന്നത് എന്നായിരുന്നു, അപ്പം ടോക്കിംഗ് അബൌട്ട് ആയിരുന്നു. അപ്പം ഇവിടെ ചിന്തിക്കുന്നതായതുകൊണ്ട് തിങ്കിങ് അബൌട്ടായി. ഐ ഡോണ്ട് നോ വാട്ട് യു ആർ തിങ്കിങ് അബൌട്ട്. അടുത്ത സെൻറ്റൻസ് നോക്കാം. സെയിം ടൈപ്പ് തന്നെയാണ്. നീ എന്താണ് തിരയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഐ ഡോണ്ട് നോ. തിരയുക എന്നുള്ളതിന് നമ്മൾ സെർച്ച് ചെയ്യുക എന്ന് പറയും, അല്ലെങ്കിൽ ലുക്കിംഗ് ഫോർ എന്നൊക്കെ പറയും. അപ്പം ഇവിടെ നമുക്ക് സെർച്ച് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഐ ഡോണ്ട് നോ വാട്ട് യു ആർ സെർച്ചിങ് ഫോർ. എന്തിനോ വേണ്ടി തിരയുന്നതിന് സെർച്ചിങ് ഫോർ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഐ ഡോണ്ട് നോ വാട്ട് യു ആർ സെർച്ചിങ് ഫോർ എന്ന് പറഞ്ഞാൽ മതിയാവും. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് നോക്കാം. ടൈപ്പ് 3. എത്രമാത്രം വലുതാണ് എന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ എത്രത്തോളം വലുതാണ് എന്നൊക്കെ ചോദിക്കാനായിട്ട് ഹൗ ബിഗ് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ 2 സെൻറ്റൻസാണ് നോക്കിയത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ് നോക്കുന്നത്. എത്രമാത്രം വലുതാണ് എന്ന് ചോദിക്കാൻ ഹൗ ബിഗ് എന്നാണ് ചോദിക്കുക. അപ്പോൾ അങ്ങനെ ഹൗ ബിഗ് എന്ന് വെച്ച് തുടങ്ങുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇനി നോക്കാൻ പോകുന്നത്. അതിലുള്ള ഫസ്റ്റ് എക്സാമ്പിളാണ്, നിൻ്റെ മുറി എത്രമാത്രം വലുതാണ്, അല്ലെങ്കിൽ എത്രത്തോളം വലുതാണ് എന്ന് ചോദിക്കാൻ ഹൗ ബിഗ് ഈസ് യുവർ റൂം എന്ന് ചോദിച്ചാൽ മതി. അതേപോലെ ഈ സെയിം ടൈപ്പിൽ അടുത്ത സെൻറ്റൻസ്, നിൻ്റെ പ്രശ്നം എത്രമാത്രം വലുതാണ്, അല്ലെങ്കിൽ നിൻ്റെ ബുദ്ധിമുട്ട്, നിൻ്റെ പ്രശ്നം എത്രത്തോളം വലുതാണ് എന്ന് ചോദിക്കാൻ ഹൗ ബിഗ് ഈസ് യുവർ പ്രോബ്ലം എന്ന് ചോദിച്ചാൽ മതി. ഇതേപോലെ നമുക്ക് പല കാര്യങ്ങളും ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, നിൻ്റെ കാറ് എത്രമാത്രം വലുതാണ് എന്ന് ചോദിക്കാനായിട്ട് ഹൗ ബിഗ് ഈസ് യുവർ കാർ. ഇവിടെ ഈസ് എന്നുള്ളത് ഞാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഹൗ ബിഗ് ഈസ് യുവർ കാർ എന്ന് വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ഹൗ ബിഗ് ഈസ് യുവർ കാർ എന്നുണ്ട് കേട്ടോ. ഹൗ ബിഗ് ഈസ് യുവർ കാർ. ഇനിയിപ്പോൾ കാറ് പോയിട്ട് ഫാമിലിയെ പറ്റിയാണെങ്കിൽ നിൻ്റെ കുടുംബം എത്രത്തോളം വലുതാണ്, അല്ലെങ്കിൽ നിൻ്റെ കുടുംബം എത്ര വലുതാണ് എന്നൊക്കെ ചോദിക്കാൻ ഹൗ ബിഗ് ഈസ് യുവർ ഫാമിലി.
ഹൗ ബിഗ് ഈസ് യുവർ ഫാമിലി എന്ന് ചോദിക്കാം. ഇതേപോലെ ഹൗ ബിഗ് ഈസ് യുവർ ഹോം അല്ലെങ്കിൽ ഹൗ ബിഗ് ഈസ് യുവർ ഡോഗ്, അങ്ങനെ പല ക്വസ്റ്റ്യനും ചോദിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നോക്കൂ, കേക്ക് എത്രത്തോളം വലുതാണ്, ആ കേക്ക് എത്രമാത്രം വലുതാണ് എന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ കേക്ക് എത്ര വലുപ്പമുണ്ട് എന്നൊക്കെ ചോദിക്കാനായിട്ട് ഹൗ ബിഗ് ഈസ് ദ കേക്ക്, ഹൗ ബിഗ് ഈസ് ദ കേക്ക് എന്ന് വേണം ചോദിക്കാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു ടൈപ്പും ഏകദേശം ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ടൈപ്പായിരുന്നു, എന്നാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ മീൻസ് ആവശ്യം വരുന്ന ഒരു ടൈപ്പുമായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 ടൈപ്പ് ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ട്. 3 ടൈപ്പ് നല്ല ക്ലിയർ ആയി തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, കാരണം അത്രയും എക്സാമ്പിൾസ് വെച്ച് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോവാം. ഇനി അടുത്തൊരു ടൈപ്പ് സെൻറ്റൻസ് നോക്കൂ. എൻ്റെ കയ്യിലില്ല അല്ലെങ്കിൽ എൻ്റെയിലില്ല, എനിക്കില്ല എന്നൊക്കെ പറയാനായിട്ട് ഐ ഡോണ്ട് ഹാവ് എന്നാണ് പറയുക. ഐ ഡോണ്ട് ഹാവ് എന്നാണ് പറയുക. നമുക്ക് അറിയില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് നോ വെച്ചിട്ടുള്ള ടൈപ്പ് നമ്മൾ നോക്കി. ഇനി നമ്മുടെ കയ്യിലില്ല എന്നുള്ളത് പറയാനായിട്ട് ഐ ഡോണ്ട് ഹാവ് എന്നാണ് പറയുക. ഒരു വിധപ്പെട്ട എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും അത് വെച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എക്സാമ്പിളാണ്, എൻ്റെ കയ്യിൽ നിൻ്റെ നമ്പർ ഇല്ല. ഐ ഡോണ്ട് ഹാവ് യുവർ നമ്പർ. ഐ ഡോണ്ട് ഹാവ് യുവർ നമ്പർ. ഈസിയാണ്. സെയിം ടൈപ്പിൽ അതേപോലെ തന്നെ ഒരു എക്സാമ്പിളാണ്, എനിക്കിപ്പോൾ സമയമില്ല, അല്ല എൻ്റെ കയ്യിൽ സമയമില്ല അല്ലേ, എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് നോ ടൈം എന്നാണോ പറയുക? അത് എനിക്ക് സമയം അറിയില്ല എന്നല്ലേ. അപ്പോൾ കയ്യിലില്ല എന്ന് പറയാൻ നമുക്ക് ഐ ഡോണ്ട് ഹാവ് വേണം യൂസ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഹാവ് ടൈം റൈറ്റ് നൗ. ഇപ്പോൾ എന്ന് പറയാൻ റൈറ്റ് നൗ. അപ്പം ഐ ഡോണ്ട് ഹാവ് ടൈം റൈറ്റ് നൗ എന്ന് വേണമെങ്കിൽ പറയാൻ. നെക്സ്റ്റ് സെൻറ്റൻസ് ആണ്, എക്സാമ്പിളാണ്, എൻ്റെ കയ്യിൽ ആവശ്യത്തിന് ഭക്ഷണമില്ല, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ മതിയായ ഭക്ഷണമില്ല. മതിയായ ഭക്ഷണമില്ല. അപ്പം മതിയായ അല്ലെങ്കിൽ ആവശ്യത്തിന് എന്നൊക്കെ പറയാനായിട്ട് ഇന്നഫ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുക. ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നഫ്, നെസസറി ഒക്കെ എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ പോയി കാണുക കേട്ടോ. മുമ്പ് ഞാൻ കുറേ വീഡിയോ ഈ സീരീസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൽ. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക, അതൊക്കെ കേൾക്കുക. ഞാൻ പറഞ്ഞു ലിസണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് സ്പോക്കൺ ഇംഗ്ലീഷിൽ എത്രത്തോളം ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് കുറേ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും. എന്നിട്ട് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യും കൂടെ വേണം, പറഞ്ഞു നോക്കുകയും കൂടെ വേണം. ഓക്കെ, നമുക്ക് ഇവിടേക്ക് തിരിച്ചു വരാം. എൻ്റെ കയ്യിൽ ആവശ്യത്തിന് ഭക്ഷണമില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഹാവ് ഇന്നഫ് ഫുഡ്. ഐ ഡോണ്ട് ഹാവ് ഇന്നഫ് ഫുഡ് എന്ന് വേണം പറയാൻ. ഈ ഫുഡിൻ്റെ പ്രൊനൗൺസിയേഷൻ ഫുഡ് എന്നല്ല കേട്ടോ, ഫുഡ് എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ഇനഫ് ഫുഡ്. നമ്മളിപ്പോൾ 4th ടൈപ്പാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെയുള്ള വേറൊരു എക്സാമ്പിളാണ്, എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുക. സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഐ ഡോണ്ട് ഹാവ് എനി മണി. എനി മണി എന്ന് പറഞ്ഞാൽ പണമൊന്നുമില്ല, എനി മണി. ഐ ഡോണ്ട് ഹാവ് എനി മണി. പണമൊന്നും എന്നാണ് എനി മണി എന്നതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് എനി മണി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പണമൊന്നും ഇല്ല. നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല. അപ്പോൾ ഇല്ല, കയ്യിലില്ല എന്നുള്ളത് പറയാൻ ഐ ഡോണ്ട് ഹാവ്. സോ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഐ ഡോണ്ട് ഹാവ് ദ ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. ഐ ഡോണ്ട് ഹാവ് ദ ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. ആ ചോദ്യത്തിന്, ദാറ്റ് ക്വസ്റ്റ്യൻ, അതിനുള്ള ആൻസർ എൻ്റെ കയ്യിലില്ല. ഐ ഡോണ്ട് ഹാവ് ദ ആൻസർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പഠിപ്പിച്ചതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടൈപ്പായിരുന്നു ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഐ ഡോണ്ട് ഹാവ് വെച്ചിട്ടുള്ള ടൈപ്പ്. ഓർത്തി വയ്ക്കുക, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമുക്കിനി ടൈം കളയാതെ 4th ടൈപ്പിൽ നിന്ന് 5th ടൈപ്പിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ടൈപ്പാണ്, അതിലുള്ള ഫസ്റ്റ് സെൻറ്റൻസ് ആണ്, എന്താ ഉണ്ടായതെന്ന് നിനക്ക് മനസ്സിലായില്ലേ. നിനക്ക് മനസ്സിലായില്ലേ എന്നുള്ളത് ചോദിക്കാനുള്ള അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്. ഡോണ്ട് യു ഗെറ്റ് എന്ന് വെച്ചിട്ടാണ് നമുക്ക് നിനക്കത് മനസ്സിലായില്ലേ, നിനക്കത് മനസ്സിലായില്ലേ, ഡോണ്ട് യു ഗെറ്റ്, നിനക്ക് മനസ്സിലായില്ലേ. ഡോണ്ട് യു ഗെറ്റ് വെച്ചുള്ള സെൻറ്റൻസുകൾ, ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതാണ് ഈ ടൈപ്പ്. അതിലുള്ള ഫസ്റ്റ് എക്സാമ്പിളാണ്, എന്താ ഉണ്ടായതെന്ന് നിനക്ക് മനസ്സിലായില്ലേ. ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുക, ഹാപ്പൻ ചെയ്യുക. എന്താ സംഭവിച്ചതെന്ന് നിനക്ക് മനസ്സിലായില്ലേ. അങ്ങനെയാണെങ്കിൽ ഡോണ്ട് യു ഗെറ്റ് വാട്ട് ഹാപ്പൻഡ്. വാട്ട് ഹാപ്പൻഡ്. സെയിം ടൈപ്പിൽ അടുത്ത സെൻറ്റൻസ് ആണ്, ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ. നിനക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിക്കാൻ ഡോണ്ട് യു ഗെറ്റ്. അപ്പോൾ ഡോണ്ട് യു ഗെറ്റ് വാട്ട് ഐ ആം ട്രൈങ് ടു സേ.
പറയാൻ ശ്രമിക്കുന്നത്, ട്രൈയിങ് ടു സേ അല്ലേ? അപ്പോൾ ഡോണ്ട് യു ഗെറ്റ് വാട്ട് ഐ ആം ട്രൈയിങ് ടു സേ എന്ന് ചോദിച്ചാൽ മതി. സെയിം ടൈപ്പിൽ അടുത്ത സെൻറ്റൻസ് ആണ്, എനിക്ക് എന്താണ് വേണ്ടതെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അപ്പം ഡോണ്ട് യു ഗെറ്റ് നിനക്ക് മനസ്സിലായില്ലേ, ഡോണ്ട് യു ഗെറ്റ് വാട്ട് ഐ നീഡ്, വാട്ട് ഐ നീഡ് എനിക്ക് വേണ്ടത്, വാട്ട് ഐ നീഡ്. ഓക്കെ, ഡോണ്ട് യു ഗെറ്റ് വാട്ട് ഐ നീഡ്. നെക്സ്റ്റ് സെൻറ്റൻസ്, എന്താണ് നടക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഡോണ്ട് യു ഗെറ്റ് വാട്ട് ഈസ് ഗോയിങ് ഓൺ, നടക്കുന്നത് എന്താണ്, വാട്ട് ഈസ് ഗോയിങ് ഓൺ. ഗോയിങ് ഓൺ എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിനക്ക് മനസ്സിലായില്ലേ, അല്ലെങ്കിൽ എന്താണ് നടക്കുന്നത് എന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കാൻ ഡോണ്ട് യു ഗെറ്റ് വാട്ട് ഈസ് ഗോയിങ് ഓൺ, ഗോയിങ് ഓൺ. അടുത്ത സെൻറ്റൻസ് ആണ്, നീ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കാൻ, നീ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കാൻ ഡോണ്ട് യു ഗെറ്റ് വാട്ട് യു ഡിഡ് റോങ്, വാട്ട് യു ഡിഡ് റോങ്, നീ എന്ത് തെറ്റ് ചെയ്തു, വാട്ട് യു ഡിഡ് റോങ്, തെറ്റ് ചെയ്യുക. അപ്പോൾ അത് മനസ്സിലായില്ലേ എന്ന് ചോദിക്കാൻ ഡോണ്ട് യു ഗെറ്റ് അല്ലേ, ഡോണ്ട് യു ഗെറ്റ് വാട്ട് യു ഡിഡ് റോങ് എന്ന് ചോദിച്ചാൽ മതി. അടുത്ത ടൈപ്പിലേക്ക് പോകുന്നതിന് മുന്നേ ഇത്രയും പറഞ്ഞതിനിടയ്ക്ക് ഒരു കാക്കയുടെ സൗണ്ട് വല്ലാതെ ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. പ്ലീസ് ഇഗ്നോർ ഇറ്റ്. വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ്. ഞാൻ കുറേ നേരമായിട്ട് ശ്രമിക്കുകയാണ്, പക്ഷേ കാക്ക സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര സൗണ്ട് ചിലപ്പോൾ ഇടയിൽ കേൾക്കാം. പ്ലീസ് ഇഗ്നോർ ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോകാം. ദിസ് ഇസ് ദ ലാസ്റ്റ് ടൈപ്പ്, ദാറ്റ് ഇസ് ദ 6th ടൈപ്പ്, അവസാനത്തെ ടൈപ്പാണ്. അത് നമുക്ക് നോക്കാം. ഐ കാൺ ബിലീവ് വെച്ചിട്ടുള്ള സെൻറ്റൻസ്, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഐ കാണ്ട് ബിലീവ് ആ ടൈപ്പിലെ സെൻറ്റൻസാണ് നമ്മൾ നോക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, നീ അത് ചെയ്തെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാനായിട്ട് ഐ കാൺ ബിലീവ് യു ഡിഡ് ദാറ്റ്, നീ അത് ചെയ്തു എന്ന്. ഐ കാൺ ബിലീവ് യു ഡിഡ് ദാറ്റ്. ഞാൻ ആ തെറ്റ് ചെയ്തെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാൻ ഐ കാണ്ട് ബിലീവ് എന്നാണ്. അപ്പോൾ ഐ കാണ്ട് ബിലീവ് ഐ മെയ്ഡ് ദാറ്റ് മിസ്റ്റേക്ക്, ഞാൻ ആ തെറ്റ് ചെയ്തു. ഐ മെയ്ഡ് ദാറ്റ് മിസ്റ്റേക്ക്. സോ ഐ കാണ്ട് ബിലീവ് ഐ മെയ്ഡ് ദാറ്റ് മിസ്റ്റേക്ക് എന്ന് പറയാം. സെയിം ടൈപ്പിൽ അടുത്ത സെൻറ്റൻസ് ആണ്, നമ്മൾ ജയിച്ചു എന്നെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഐ കാണ്ട് ബിലീവ് നമ്മൾ ജയിച്ചു, വി വൺ അല്ലേ. ഐ കാൺ ബിലീവ് വി വൺ. ഇതൊരു എക്സ്ക്ലമേഷൻ്റെ ഒക്കെ പുറത്ത് നമ്മൾ സംസാരിക്കുന്നത്. ഈശ്വരൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മൾ ജയിച്ചു എന്നുള്ളത്. അത് നമ്മൾ ഭയങ്കര എക്സ്ക്ലമേഷനിൽ അല്ലെങ്കിൽ അത്ഭുതത്തോട് കൂടി പറയുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടിട്ടുള്ളത്. സോ ഐ കാൺ ബിലീവ് വി വൺ, ജയിച്ചു, വി വൺ. അടുത്ത സെൻറ്റൻസ് ആണ്, സമയം എത്ര പെട്ടെന്നാണ് പോകുന്നത് എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ എഴുതിക്കോളാം ഐ കാണ്ട് ബിലീവ് വെച്ചിട്ടാകും സെൻറ്റൻസ് തുടങ്ങുക. ഐ കാൺ ബിലീവ് ഹൗ ഫാസ്റ്റ്, എത്ര പെട്ടെന്ന്, ഹൗ ഫാസ്റ്റ് ടൈം ഫ്ലൈസ്, സമയം പോകുക, ടൈം ഫ്ലൈസ്. ഐ കാൺ ബിലീവ് ഹൗ ഫാസ്റ്റ് ടൈം ഫ്ലൈസ്. സെയിം ടൈപ്പിൽ ഇനി ഒരു എക്സാമ്പിൾ കൂടി ഉണ്ട് കേട്ടോ, ഇതും കൂടി ഒന്ന് കേട്ടോളൂ. അവൾ അങ്ങനെ പറഞ്ഞു എന്നെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൾ അങ്ങനെ പറഞ്ഞു, ഷീ സെഡ് ദാറ്റ് അല്ലേ. അവൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ ഷീ സെഡ് ദാറ്റ്. എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സോ ഐ കാണ്ട് ബിലീവ് അല്ലെങ്കിൽ ഐ കൻ നോട്ട് ബിലീവ് ഷീ സെഡ് ദാറ്റ്. ഓക്കെ, സോ നമ്മളൊരു 6 ടൈപ്പ് സെൻറ്റൻസ് കണ്ടു. അതിൻ്റെയൊക്കെ 4 or 5 എക്സാമ്പിൾസ് വീതവും കണ്ടു. ഐ ഹോപ്പ് ദിസ് വാസ് വെരി ക്ലിയർ ടു യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായി, യൂസ്ഫുള്ളായി എന്നും കൂടെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ എക്സാമ്പിളും പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പിന്നെ ഇതുവരെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. വീഡിയോസ് എല്ലാം കാണുക, അവസാനം വരെ കാണുക, എനിക്ക് സപ്പോർട്ട് തരിക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.